നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മിഥുനമാസം 8 ശകവർഷപ്രകാരം 1947 ആഷാഢമാസം 1 ഞായറാഴ്ചയും കൃഷ്ണപക്ഷ ദ്വാദശി തിഥി ഭരണി നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസം ഉത്തരായനകാലം ഗ്രീഷ്മ ഋതുവിൽ പന്നിക്കരണത്തിൽ സുകർമ്മ നിത്യയോഗത്തിൽ 22/6/2025 സൂര്യോദയം വരുന്നത് 6:09 AM സൂര്യ അസ്തമനം വരുന്നത് 6:44 PM രാഹുകാലം 5:10 PM മുതൽ 6:44 PM വരെയും ഗുളികകാലം 3:35 PM മുതൽ 5:10 PM വരെയും യമകണ്ഠകാലം 12:27 PM മുതൽ 2:01 PM വരെയുമാണ്. ഈ ദിവസം ചന്ദ്രാഷ്ടമം വരുന്നത് കന്നിക്കൂറുകാർക്കാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:03 PM മുതൽ 12:25 PM വരെയും 12:29 PM മുതൽ 12:51 PM വരെയും ആവുന്നു. ഇനി ഗ്രഹസ്ഥിതി പറയുമ്പോൾ ഉദയവും സൂര്യനും ബുധനും വ്യാഴവും അതായത് ഗുരുവും മിഥുനൻ രാശിയിലും, ചന്ദ്രനും ശുക്രനും മേടൻ രാശിയിലും, ചിങ്ങം രാശിയിൽ ചൊവ്വയും കേതുവും, മന്ദനാവട്ടെ മീനൻ രാശിയിലും, സർപ്പി കുംഭത്തിലും, ഗുളികോദയം വൃശ്ചിക രാശിയിലുമാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ചുമപ്പോ ഓറഞ്ചോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ദ്വാദശി തിഥി തുടങ്ങുന്നത് കൊണ്ട് കഴിയുന്നതും ഈ ഏകാദശി വ്രതം പകല് 9:41 ഹരിവാസര അവസാനമാണ്. ഹരിവാസര അവസാനം നമ്മൾ ഹരിവാസര ആരംഭം പറഞ്ഞത് 7 ഭൂരിപക്ഷ ഏകാദശി രാത്രി 11:10 ഹരിവാസര ആരംഭിക്കും. അതുപോലെ ഏകാദശി വ്രതം അവസാനിക്കുന്നത് രാവിലെ പകൽ 9:41 ഹരിവാസര അവസാനത്തോടുകൂടിയാണ്. ഇനി ഈ ദിവസം ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ 2ാമത്തെ അവതാരമായ കൂർമ്മ അവതാരത്തിന്റെ ദിവസമാണ്. കൂർമ്മ ജയന്തി ആയിട്ടും ഈ ദിവസം ആഘോഷിക്കാറുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞായറാഴ്ച കൊണ്ട് എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏകാദശി തിഥി തീർന്ന് ദ്വാദശി തിഥി തുടങ്ങും. അപ്പൊ ദ്വാദശി പണമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഹരിവാസര സമയത്ത് പാരണ വീട്ടിൽ നിന്നൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഓരോ രാശിക്കാരുടെയും രാശിഫലത്തിലേക്ക് കടക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ കാലം ആണ്. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുവാൻ അവസരം ലഭിക്കും. പല മേഖലകളിലും ഉയർന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകും. പ്രതീക്ഷിക്കാത്ത നല്ല അവസരങ്ങൾ കൈവന്നു ചേരും. തൊഴിലിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പ്രയാസങ്ങൾ കുറയും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കും. വിദേശത്ത് ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മരംഗത്തും വിജയം കൈവരിക്കുവാൻ പറ്റിയ കാലമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കുവാനാവും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സാമ്പത്തിക പുരോഗതിയും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷവും ഉണ്ടാകും. ഭാഗ്യ പരീക്ഷണങ്ങൾ വിജയിക്കും. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ കഴിയും. വീട് നവീകരിക്കും. പ്രവർത്തന രംഗത്ത് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും.
വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ നന്മകളും അനുഭവിക്കുന്നതിന് സഹായകമാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഭൂമിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കും. നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. സന്താനങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുവാൻ അവസരം ലഭിക്കും. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും കുറയും. ആരോഗ്യം മെച്ചപ്പെടും. പരീക്ഷകളിൽ വിജയം നേടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി ശാന്തമായ ഗ്രഹാന്തരീക്ഷം ഉണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷമുണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. സൽക്കർമ്മങ്ങൾ മുന്നിൽ നിൽക്കും. ശാരീരിക പ്രയാസങ്ങൾ കുറയും. തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങളെല്ലാം അല്പസ്വല്പം പരിഹരിക്കുവാൻ ശ്രമിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ കൂട്ടുകാരുടെ സഹായം തേടും. പ്രവാസികളിൽ നിന്നും ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. വസ്തുവിൽപ്പന സാധ്യമാകും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. തൊഴിൽ മാറ്റം സാധ്യമാകും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങൾ നീങ്ങും. ബിസിനസ് രംഗത്തെ പുതിയ തീരുമാനങ്ങൾ നല്ലതാകും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. തൊഴിൽ മാറ്റം സാധ്യമാവും. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരും. അപ്രതീക്ഷിതമായി സന്തോഷ വാർത്ത കേൾക്കും. കുടുംബാംഗങ്ങളെ തൊഴിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. മനസ്സ് ശാന്തമാകും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ തുടരുവാൻ സാധിക്കും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതും സദ്ഗുണങ്ങൾ നൽകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്തെ പ്രകടനങ്ങൾ അംഗീകരിക്കപ്പെടും. പ്രതിസന്ധികളെ തരണം ചെയ്യും. സൗഹൃദങ്ങൾ പ്രയോജനപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ നന്നേ കഷ്ടപ്പെടേണ്ടതായി വരും. ലക്ഷ്യബോധം വർദ്ധിക്കും. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കും. കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറന്നു കിട്ടും. ഇഷ്ടകാര്യങ്ങളിൽ ഏർപ്പെടും. അപേക്ഷകളും നിവേദനങ്ങളും അനുകൂലമാകും. മികച്ച ചില ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറന്നു കിട്ടും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക വിഷമതകൾ പരിഹരിക്കും. സാമ്പത്തിക കാര്യത്തിലുള്ള ആശങ്കകൾ ഒഴിയും. മനോവ്യാകുലതകൾ നീങ്ങും. പുതിയ ജോലി ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. വേണ്ടപ്പെട്ടവർ വഴി തൊഴിലവസരങ്ങൾ ലഭിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. കേസുകൾ ഒത്തുതീർപ്പിലാവും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുന്നതും ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ തീരുമാനങ്ങൾ ഗുണം ചെയ്യും. ആനുകൂല്യങ്ങളും അവസരങ്ങളും വർദ്ധിക്കും. തൊഴിൽപരമായ പരീക്ഷണങ്ങൾ വിജയിക്കും. വീട് വയ്ക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുവാനും അല്പസമയം കാത്തിരിക്കേണ്ടതായി വരും. സന്താനങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ടാകും. ഇഷ്ടപ്പെടുന്നവരുമായി ഒത്തുചേരും.
ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ വന്നു ചേരും. രോഗദുരിതങ്ങളിൽ നിന്നും അല്പസ്വല്പം മോചനം ലഭിക്കും. വലിയ പദ്ധതികളിൽ പണം മുടക്കി നഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിർത്തിവച്ചിരുന്ന വീട് പണി പുനരാരംഭിക്കുവാനാവും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടുവാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭമായി തീരട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളുടെ സന്തോഷമുണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. വ്യവസായം ലാഭത്തിലാകും. വിനോദയാത്രകൾ വേണ്ടിവരും. വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമാവും. കടബാധ്യതകൾ തീർക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുവാൻ ശ്രമിക്കും. നിർത്തിവച്ചിരുന്ന പണികൾ പുനരെടുക്കുന്നത് വഴി അല്പം നഷ്ടം വരുമെങ്കിലും നഷ്ടം വകവയ്ക്കാതെ കാര്യങ്ങൾ നന്നായി ചെയ്തു തീർക്കാൻ ശ്രമിക്കും. ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്യും. രാശിനാഥനായ മഹാവിഷ്ണുവിനോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് എല്ലാം സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബസ്വത്ത് ഭാഗം വച്ച് കിട്ടും. മക്കളുടെ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കാത്തിരിക്കേണ്ടതായി വരും. എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല. ബന്ധുമിത്രാദികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കും. കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. പുതിയ പഠന സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. മാനസിക സംഘർഷങ്ങൾ ഒഴിയും. അധികാരികളുടെ പ്രീതി നേടും. കർമ്മപരമായി അത്യധികം പ്രയോജനകരമായ ഒരു കാലമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങൾ സാധ്യമാവും. രാശിനാഥനായ ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുകയും സൂര്യഭഗവാനെ സൂര്യ നമസ്കാരം, ആദിത്യ ഹൃദയ സ്തോത്രം ഇവയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗം മാറും. കലഹങ്ങൾ ഒഴിയും. സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങൾ ലഭിക്കും. കടബാധ്യതകൾ തീർക്കും. സ്ഥലം മാറ്റങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ കൃത്യത പുലർത്തും. കർമ്മമേഖല വിപുലപ്പെടുത്തും. വീടിൻ്റെ കേടുപാടുകൾ തീർക്കും. ആളുകളെ പെട്ടെന്ന് സ്വാധീനിച്ച് കാര്യസാധ്യമുണ്ടാക്കും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും. ബിസിനസ് വിപുലപ്പെടുത്തുവാൻ കഴിയും. ബന്ധുജനങ്ങളിലൂടെ നല്ല അവസരങ്ങൾ ലഭിക്കും. വിഷ്ണുമായ സ്വാമി, മറ്റ് ചാത്തൻ സ്വാമിമാര്, ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്താവ് ഇവരെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥാനങ്ങൾ വഹിക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. വീട്ടുകാരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കും. ശാരീരിക വിഷമതകൾ നീങ്ങും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. പഴയ കാര്യങ്ങൾക്ക് പുനർജീവൻ നൽകേണ്ടതായി വരും. കർമ്മരംഗത്തുള്ള ആശങ്കകൾ ഇല്ലാതാവും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പഠന തടസ്സങ്ങൾ മാറിക്കിട്ടും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില അവസരങ്ങൾ വീണ്ടും ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പൂവണിയും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതോടുകൂടി എല്ലാം ശുഭമായി തീരുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.